നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങളെ കണ്ടു അറിയാതെ എൻ്റെ കൈതട്ടി കട്ടായപ്പോൾ പിന്നെ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം കടകളൊക്കെ കണ്ടുവിടുന്നുണ്ട്. എന്തായാലും ഗൈസ് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാമേ ബീച്ച്. അങ്ങനെ നമ്മൾ ഈ കടകളൊക്കെ നോക്കി നടക്കുകയാണ്. എല്ലാവരും കണ്ടോ? ആ മെർമെയ്ഡ് അല്ലേ ഇത്? ഇത് മെർമെയ്ഡ് ടോയ് സ്റ്റോർസ് കുറേ ഉണ്ട്. നമ്മളെന്തെങ്കിലും ഒന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മൾ കുടിക്കുന്നതിന് കുറച്ച് പൈസ എടുത്ത് ഞാൻ കണ്ട് മത്സ്യനീക അപ്പ നീങ്ങ കണ്ട്. എന്തായാലും അടുത്തത് നമുക്ക് കാണിച്ചു തരാതെ നമ്മൾ നോക്കിയപ്പോൾ ആണെങ്കിൽ ഒരു കിളി ഇരിക്കുന്ന കണ്ടു കഴിച്ചു. നാളെ കിളി അമ്മ ചെളി ചരക്കി അടിച്ച് വീഴാനുള്ളത് തന്നെ. ആര് ഇതെന്താ കിളി നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇനി എന്തായാലും ഇതൊക്കെ കടകളൊക്കെയാണ് കാണുന്നത്. എന്തായാലും ബീച്ച് എത്തിയിട്ട് കാണിച്ചു തരാമേ. അതുവരേക്കും ഇപ്പോൾ പോയിട്ട് വരാം. നമ്മൾ നോക്കിയപ്പോൾ ഹെലികോപ്റ്ററിനെ കണ്ടേ. ഹെലികോപ്റ്റർ ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ബീച്ചിലെത്തിയിട്ട് കാണാമേ. അങ്ങനെ നമ്മൾ ബീച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഭയങ്കര കാറ്റാണ്. എന്തായാലും ബീച്ചിൻ്റെ അടുത്തോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇപ്പം തന്നെ നല്ല തിരകളൊക്കെ കാണാം. അവിടെ പണിയടക്കുകയാണ്. അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. അടുത്തോട്ട് പോകാനൊന്നും പറ്റില്ല. അവിടെ ഇടിഞ്ഞു വീഴാൻ സാധ്യത മുന്നറിയിപ്പ് ജാഗ്രത എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവഴി കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊന്ന് നമുക്ക് കാണാം. ചുമതാ ഇതുവഴി നോക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ ഓട്ടോയിൽ കൂടെ സൂം ചെയ്തെടുത്തു. അവിടെ JCB പണി കിടക്കണം. എന്തായാലും നമുക്കിനി ബാക്കി സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഓക്കെ, ഇതാ ബോട്ടൊക്കെ ഇങ്ങനെ ജലത്തിനേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്, കാക്കകളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് കെട്ടാക്കാൻ പിന്നെ ഇനി പകുതി വെച്ച് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അനിയനാണെങ്കിൽ ബീച്ചിൽ ആരും ഇറക്കാത്തതിൻ്റെ സങ്കടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പണി ചെയ്തിട്ട് വരുന്ന സമയത്ത് കാണും. സമുദ്രത്തിലാണ്. ഇനി നമുക്ക് കടയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതാ മീൻ വില കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പല മോഡലിലാണ് പട്ടികൾ കിടന്നുറങ്ങാത്തത്. അപ്പം എന്തായാലും നമുക്കിനി കടകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടി കിടക്കണ കിടപ്പുണ്ട് ബീച്ചിൽ വന്നപ്പോൾ. നല്ല കിടത്ത പല മോഡൽ കിടത്തങ്ങൾ. എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് നീ കാണാമേ. അവിടെ ഒരു പാർക്കുണ്ട് കണ്ടോ. ഇപ്പം വേറെ ഫോസായി കേസ് പ്രാർത്ഥന ചെയ്യണം. വേറൊരു പെട്ടി കിട്ടോ നിങ്ങൾ ഉരുണ്ട് മറിഞ്ഞ് കിടക്കണം. ബാക്കി വിശേഷങ്ങൾ നമുക്കിനി കാണാമേ. ബബിൾസ് പോണ്. നീ അവിടെ നിന്ന് പിടിയെന്ന് വിളിച്ചാലും മതി, കിട്ടുവാളാ കയ്യിൽ. എന്തായാലും ബാക്കി ശേഷം നമുക്ക് കാണാമേ. ഈ മാമനാണ് ബബിൾസൊക്കെ വിടണത്. നല്ല ഭംഗിയുണ്ട് ഇവർ കളിക്കാൻ. അമ്മ പറഞ്ഞില്ല. അമ്മ വാ അമ്മ. ഇതിലും വിഷമിച്ചാണ് നീങ്ങണത്.
ഇത് അവന് ഊതാൻ വേണ്ടി കൊടുക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാക്കണം കറങ്ങണത്. എനിക്ക് ആ പിങ്ക് കളർ സാധനം എന്തിനാണെന്ന് വാങ്ങിയിട്ടേ ഉള്ളു. നീ ഇപ്പം ഇത് കൊല്ലം അവിടെ ഇരുന്നു. എന്തായാലും നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ നമുക്ക് ഇനി കാണാമേ. ചോളമൊക്കെ ഉള്ളത് കട ഇഷ്ടംപോലെ ഉണ്ട്. ഇനി ഐസ്ക്രീം വാങ്ങിക്കണം എന്നൊക്കെ വാങ്ങുന്നുണ്ട്. നമുക്കിതെല്ലാം നോക്കാം. എൻ്റെ അനിയൻ ഈ പ്രാവിനെ ഓട്ടിക്കുകയാണ്. അല്ല, പ്രാവിനെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതാ കണ്ടോ, അത് പറന്നുപോയി. ഓ എടുത്തെടുത്ത് അല്ല എന്തരാ വേറെ എന്തരാ കിളി. അപ്പം എന്തായാലും അവൻ എന്തായാലും സാക്രി മറ്റു സാധനങ്ങളൊക്കെ എടുത്തിട്ട് കിടക്കും. എന്തായാലും നമ്മൾ വന്ന വഴി സ്ഥലത്തന്നെ വീണ്ടും എത്തിച്ചിട്ട് ഇവിടെ കുറച്ചേരി ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. എന്തായാലും കേസ് നമ്മളാണെങ്കിൽ നോക്കിയപ്പോൾ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ പിന്നെ നമുക്ക് ഈ മുടുക്ക് വഴി പോയാൽ പറ്റുമെന്നാണ് അമ്മ പറയുന്നത്. പറ്റുമോ? എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോഴാണ് അവന് ഇത്തിരി ആശ്വാസമായത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് അവിടെ എത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബോട്ടുകൾ വരെ തലൂത്തനം മറിച്ചിട്ടുണ്ടോ അല്ല അവിടെ പോയിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പകുതി ദൂരം എത്തി. ഇവിടെ പോണ വഴിക്കെല്ലാം വെള്ളക്കെട്ട് തന്നെയാണ്. എന്നാലും പകുതി ദൂരം എത്തി. ഇനി നേരെ കാണുന്ന ആ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാര്യം നനയ്ക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം എന്തെല്ലാം അങ്ങോട്ട് പോയിട്ടുള്ള ദൃശ്യം നിങ്ങൾ കാണിച്ചു തരാം. ലൈൻ കട്ട്. അങ്ങനെ കാലം നനയ്ക്കാൻ പറ്റുന്ന സ്ഥലം എത്തിയപ്പോൾ ഇതോ കുറേ ബബിൾസ് ഉണ്ടല്ലോ. മകളിൽ കൂടെ പോകണടാ, ആകാശത്തൂടെ നോക്കടാ. താഴെ നോക്കടാ, വലുത് പറഞ്ഞ് പൊട്ടിച്ചാ. എന്തായാലും കടലിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. ഇനി എവിടെ എന്തായാലും ഇറങ്ങിയിട്ടില്ല. നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ഗൈസ്. എന്തായാലും തറഞ്ഞ് ബബിൾ പൊട്ടിയ ദൃശ്യങ്ങൾ കണ്ടു. ഇനി എന്തായാലും ഇതോ കാക്കകളുണ്ടോ. ഇനി നമുക്ക് എന്തായാലും തറയിൽ ഇറങ്ങിയിട്ട് അവിടെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. ഇവിടെ പോണ വഴിക്കെല്ലാം അണക്കെട്ടിതാ. ഇത് ബീച്ചല്ല, നമുക്ക് എന്തായാലും ബീച്ചിലോട്ട് ഇറങ്ങാം. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുള്ള ദൃശ്യം കാണിച്ചു തരാം. അപ്പോൾ വരൂ ഗൈസ്, കം ഓൺ. നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാണിച്ചു തരാം. നേരെ പോയ അവിടെ നിന്ന് ഇറങ്ങിക്കൂടാ. ഓ അങ്ങോട്ടൊന്നും ഇറങ്ങിക്കൂടാ. ഓ വീടൊക്കെ വെഡിങ് എടുത്തോണ്ട് പോയിരിക്കണേ. സെൽഫി ഇട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബീച്ചിൽ അങ്ങോട്ട് പോയിട്ട് വരാം. ഇവിടെ കടലമ്മ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൊക്കിക്കൊണ്ടായിരിക്കും കടലമ്മ പോകണത്. അതുകൊണ്ട് പിന്നെ എന്തായാലും നാഗിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ എല്ലാം വാങ്ങിക്കണതായിട്ട് ഇനി പറയാം. ഇവിടെ കുറേ നേരം ഇനി സ്പെൻഡ് ചെയ്യണം. അതിനുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് എന്തായാലും ഞാൻ ഇപ്പോൾ ഒന്ന് കട്ടാക്കി തൽക്കാലത്തേക്ക് എത്തിക്കണം. പട്ടിയൊക്കെ അത് ഓടി തള്ളിയുണ്ട്. അവിടെ ലൈഫ് ഗാർഡ് ഉണ്ട്, ഇവിടെ ലൈഫ് ഗാർഡ് ഉണ്ട്, അവിടെ ഒരു ലൈഫ് ഗാർഡ് ഉണ്ട്. മൊത്തത്തിൽ ലൈഫ് ഗാർഡുണ്ട്. ഇത്ര തീവ്രം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കറുത്ത പട്ടി എടുക്കും. അതിനൊരു പ്രശ്നമില്ല. പട്ടി നനയൂല, പട്ടീനെ എടുത്തോണ്ട് പോകും കടലിൽ. എന്തൊരു ഉരുൾപൊട്ടൽ ശബ്ദവും ഭയങ്കര കാറ്റും. എങ്കിൽ നീയും കൂടെ അങ്ങ് പോവും. എന്തായാലും ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഇനി എന്തൊക്കെ വാങ്ങിക്കണതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കും ബൈ. ഇനിയുള്ള വീഡിയോസ് വാങ്ങുന്ന സാധനങ്ങൾ വരെയുള്ളത് തേർഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ എന്തായാലും അതുവരേക്കും ബൈ. ചുടുൻ ചുടുൻ.